നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലൈൻ ഒരു റാറ്റ് ലൈൻ ആണ്. നമ്മളുടെ ലൈഫ് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്ലെയിൻ ഇടിച്ച് താഴോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോ നമ്മുടെ സൊസൈറ്റിയിലോ നമ്മളെ ആരും പഠിപ്പിക്കാൻ പോകുന്നില്ല. അത് വെറുതെ അല്ല, മനഃപൂർവ്വമാണ്. ബ്രോ, റിയലി ഒതൻറ്റിക് ആയിട്ടുള്ള 100% നിങ്ങൾക്ക് ഇന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാബിറ്റ് ട്രാക്കർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2017 എല്ലാ ദിവസവും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു, എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. എനിക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എസ്തെറ്റിക് ബോഡി ബിൽഡ് ചെയ്യണമെന്ന്. ഞാൻ രാവിലെ എണീക്കുമ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോഴും യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുമ്പോഴും എല്ലാം ഇതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്, ഇതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. പക്ഷേ എൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ലായിരുന്നു എൻ്റെ ഭാഗത്തുനിന്ന്. ഭയങ്കരമായിട്ട് ഫുഡ് അഡിക്ഷനിൽ നിന്നൊരു സമയമാണ്. എനിക്കിത് നിങ്ങളോട് റിയലി പറയാൻ വിഷമമുണ്ട്. ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ, ഞാൻ എണ്ണിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 11-12 മണി വരെ ബ്രഷ് ചെയ്ത് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് അപ്പം നേരെ ചെയ്യുന്നൊരു കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റും എടുക്കും, ഉച്ചക്കത്തെ ഫുഡും എടുക്കും 12 മണിയിൽ. ഇത് രണ്ടും കൂടെ അപ്പം ഇരുന്ന് കഴിക്കും. കാരണം അത്രമാത്രം വിശപ്പാണ്, കാരണം അത്രമാത്രം ഷുഗർ കണ്ടൻ്റാണ് ഞാൻ കഴിക്കുന്നത്. ഹെൽത്ത് കോൺഷ്യസ് അല്ല, ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് നശിച്ചിരിക്കുകയാണ്. കുറച്ചൊരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കാണും, അതും കറിയൊക്കെ കാണും. മുട്ടയാണെങ്കിൽ മുട്ട കാണും, ഇടിയപ്പം മുട്ടയാണെങ്കിൽ അത് കാണും, അതും കൂടെ കഴിക്കും. അമ്മൂമ്മ വീട്ടിലുള്ള അമ്മൂമ്മ ഒന്നും പറഞ്ഞില്ല, ഞാൻ എന്ത് പറഞ്ഞാലും അതുപോലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു അമ്മൂമ്മ. സോ അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് 8-9 മണി ആകുമ്പോഴത്തേക്ക് പിന്നെ ഡിന്നറായി. അത് ചോറും സാമ്പാറും അതും ഇതും എല്ലാം കൂടെ വെച്ചിട്ട് അത് കഴിച്ചിട്ടില്ല ബ്രോ. പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു 9 മണിയൊക്കെ ആവും. ബ്രോ 9 മണിയാകുമ്പോൾ അച്ഛൻ എന്തെങ്കിലും കൊണ്ടുവരും, പൊറോട്ട എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരും, അത് കഴിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ ബ്രോ, ഞാൻ ഇത്രയും ഫുഡാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇപ്പം കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ 2 നേരമാണ്, ഉച്ചയ്ക്കും വൈകിട്ട് 2 നേരം. അത്രമാത്രം ഷുഗർ ക്രേവിങ്ങിലും ഫുഡ് അഡിക്ഷനിലും നിന്നൊരാളാണ് ഞാൻ. ഭയങ്കരമായിട്ടുള്ള ബിഞ്ച് ഈറ്റിങ്ങും എല്ലാ പ്രോബ്ലങ്ങളും എനിക്കുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്തെന്ന് അറിയാം ബ്രോ, നമ്മുടെ ലൈഫിൽ നമുക്കൊരു ചേഞ്ച് വേണമെങ്കിൽ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലൈൻ ഒരു റാറ്റ് ലൈൻ ആണ്. നമ്മളുടെ ലൈഫ് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ പ്ലെയിൻ ഇടിച്ച് താഴോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ആ സമയത്ത് ചെയ്ത നമ്പർ 1 തിങ് എന്ന് പറഞ്ഞാൽ ഒരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കുക എന്നതാണ്. ബ്രോ, നമ്മുടെ ലൈഫിൽ നമുക്ക് പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് നമുക്ക് ഡ്രീം ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോ നമ്മുടെ സൊസൈറ്റിയിലോ നമ്മളെ ആരും പഠിപ്പിക്കാൻ പോകുന്നില്ല. അത് വെറുതെ അല്ല, മനഃപൂർവ്വമാണ്. ഇപ്പൊ ചിലന്മാർ പറഞ്ഞുകൊണ്ട്, ഓ ബ്രോ ഞാൻ ഹാബിറ്റ് ട്രാക്കർ ഒക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് എനിക്കൊന്നും വർക്ക് ആയിട്ടില്ല, എനിക്ക് 1 മണിക്കൂർ ഗെയിം കളിച്ചേ. ബ്രോ, ഫക്ക് ഓഫ് ബ്രോ. നിങ്ങൾ 1 മണിക്കൂർ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ റിയൽ ലൈഫ് ഉണ്ട്, പെയിൻ ഉണ്ട്, ഇൻസൾട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്, നിങ്ങൾ ലോൺലി ആയിരിക്കും, എല്ലാം ഉണ്ട്, അതെനിക്കും അറിയാം. പക്ഷെ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിയൽ ലൈഫാണ്. ഈ ഗെയിം കമ്പനി എന്നെ പോലുള്ള അല്ല, ഞാൻ കോഡറൊന്നും അല്ല, എനിക്ക് വേണ്ട അറിയത്തില്ല, പക്ഷെ നല്ലോണം കോഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, അവന്മാരെ പോലുള്ളവരെ വെച്ചിട്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന ഒരു സ്റ്റിമുലേഷനകത്താണ് നിങ്ങൾ പെട്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയുന്നു, ഞാൻ 1 മണിക്കൂർ ഗെയിം കളിച്ചോട്ടെ, എനിക്ക് ലൈവ് കണ്ടിട്ട് ഗെയിം കളിക്കണം. ആസ് എ മെൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹാബിറ്റ് ട്രാക്കർ ആണ് റിയലി നമ്മുടെ ലൈഫിനെ ഇംപ്രൂവ് ചെയ്യാൻ പോകുന്നത്. ബ്രോ, റിയലി ഒതന്റിക് ആയിട്ടുള്ള 100% നിങ്ങൾക്ക് ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാബിറ്റ് ട്രാക്കർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ 1 ചെയ്യേണ്ടത്, ഇമാജിൻ ചെയ്ത് നോക്കിയേ ബ്രോ, നമ്മളൊരു ചെണ്ട കൊട്ടുന്ന ആളാണ്, റൈറ്റ്? നമ്മൾ ചെണ്ട കൊട്ടി നല്ല പരിചയമുണ്ട്, നമ്മൾ എല്ലാ ഉത്സവത്തിനും തൃശ്ശൂർ പൂരത്തിനും എല്ലാം നല്ല ചെണ്ട കൊട്ടുന്ന ഒരാളാണ്. നമ്മളെ കൊണ്ടുപോയിട്ട് ആനപ്പണിക്ക് നിർത്തുക, പാപ്പാന്റെ പണിക്ക് നിർത്തുക. അപ്പൊ അവര് പറയുന്ന എക്സ്ക്യൂസ് എന്ന് വെച്ചാൽ, നിങ്ങൾ ചെണ്ടുകൊട്ടുകാരനല്ലേ, നിങ്ങൾ ആനയുടെ അടുത്തൊക്കെ നിന്ന ആളല്ലേ, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ആനയുടെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ആനയുടെ അടുത്ത് ആനപ്പാപ്പാനാന്ന് പറഞ്ഞ് കൊണ്ടിരുത്തുക. ആന ചവിട്ടിയെടുത്ത് കാട്ടിക്കളയും, ഇല്ലേ? ഇപ്പൊ ഇവിടെ റിയലി നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, നമ്മൾ ഇതുവരെയ്ക്കും ഒരു ഗുഡ് ഹാബിറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള പോൺ അഡിക്ഷൻ പോലുള്ള, സോഷ്യൽ മീഡിയ അഡിക്ഷൻ പോലുള്ള ഇതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ നേരെ കൊണ്ടിട്ട്, ഓ ഞാൻ ഇന്ന് മുതൽ ഹാബിറ്റ് ട്രാക്കർ എടുക്കാൻ പോകും, ഞാൻ ഇന്ന് മുതൽ മെഡിറ്റേഷനിൽ പോകും എന്ന് പറഞ്ഞ് സ്വിച്ച് ഇട്ട പോലെ നമ്മൾ മാറിയ അത് നമ്മുടെ ബോഡിയോ മൈൻഡോ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കോൺസ്റ്റന്റ്ലി ഫെയിൽ ആയി പോകുന്നത്. അപ്പൊ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഒരു ക്യാരക്ടറിനെ നിങ്ങൾ ബിൽഡ് ചെയ്യുക. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. ആ ക്യാരക്ടർ 24 മണിക്കൂറും ഫാപ്പ് ചെയ്യുന്ന ഒരാളല്ല. ആ ക്യാരക്ടർ 1 മണിക്കൂർ ഗെയിം കളിക്കുന്ന ഒരു റാറ്റ് മൈൻഡ് സെറ്റ് ഉള്ളവനല്ല. ആ ക്യാരക്ടർ അവന്റെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളുടെ തന്നെ ഒരു ക്യാരക്ടറിനെ നിങ്ങൾ ബിൽഡ് ചെയ്യുക. അതാണ് നമ്പർ 1 നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ മടിയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ കൂട്ട് നേരത്തെ ഫുഡ് അഡിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ജിമ്മിൽ പോകാൻ മടിയുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ പക്ഷേ ഇതെല്ലാം ചെയ്യും. ആ ക്യാരക്ടർ 100% ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരുത്തനാണ്.
ആ ക്യാരക്ടർ ഒരിക്കലും ഫാപ്പ് ചെയ്യാൻ പോകത്തില്ല, ഒരിക്കലും മടിയാന്ന് പറഞ്ഞ് ഈ കട്ടിലെ കിടന്ന് ഉറങ്ങത്തില്ല. അവനൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, അവൻ്റെ ഒരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്. നിങ്ങൾ ആ ആളാവാനാണ് ശ്രമിക്കേണ്ടത്, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം RRR, സിനിമയല്ല, റീസൺ, റൊട്ടീൻ, റിവാർഡ്. ഈ 3 കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് റീസൺ? നിങ്ങൾ ഇത് ചെയ്യാനുള്ള റീസൺ എന്താണ്? ആ പെയിൻ എന്താണ്? നമ്മളെ ആരാണ് ബ്രോ ഇൻസൾട്ട് ആക്കിയിരിക്കുന്നത്? നമ്മൾ ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? നമ്മളുടെ എയിം എന്താണ്? നമ്മുടെ റിവെഞ്ച് എന്താണ്? ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ റീസൺ. നമ്മുടെ ഗോൾ ആണോ നമ്മുടെ റീസൺ? നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ബോഡി ബിൽഡ് ചെയ്യണം, അതാണ് നമ്മുടെ എയിം എങ്കിൽ അത് നമ്മുടെ റീസൺ ആണ്. രണ്ടാമത്തത് റൊട്ടീൻ. റൊട്ടീൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബോഡിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ജിമ്മാണ് റൊട്ടീൻ. ആ റൊട്ടീൻ ഇത് ആണെന്ന് പറഞ്ഞാൽ ഈ 3 കാര്യം നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്യണം. ആദ്യം നിങ്ങളുടെ റീസൺ എന്താണ്, നിങ്ങൾ ഇത് തുടങ്ങാനുള്ള കാര്യം എന്താണ്, രണ്ടാമത് നിങ്ങളുടെ റൊട്ടീൻ എന്താണ്, നിങ്ങൾ ഏതിനകത്താണ് വർക്ക് ചെയ്യേണ്ടത്, മൂന്നാമത് റിവാർഡ്. അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഹാബിറ്റ് ട്രാക്കർ ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് ബെനിഫിറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ എന്താണ് ഇത് ചെയ്യാനുള്ള കാരണം, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇതിനകത്ത് നിന്ന് എന്ത് റിവാർഡാണ് നിങ്ങൾക്ക് കിട്ടുക. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ഉള്ള, ഓവർ തിങ്കിങ് ഉള്ള ഒരാളാണ്. അപ്പൊ അയാളുടെ റീസൺ എന്താണ്? റീസൺ എന്ന് പറഞ്ഞാൽ അതാണ്, ആങ്സൈറ്റി ഉണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്. ഇനി അയാളുടെ റൊട്ടീൻ എന്താണ്? അയാൾ ചെയ്യേണ്ട കാര്യം എന്താണ്? റിയലി കറക്റ്റ് സമയത്ത് ഈവൻ ഒരു 5 മിനിറ്റ് എങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക, അതാണ് അയാളുടെ റുട്ടീൻ എന്ന് പറഞ്ഞത്. ഇനി അയാളുടെ റിവാർഡ് എന്താണ് ബ്രോ? അയാൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അയാൾക്ക് ആ മൈൻഡ്ഫുൾനെസ്, ആ പീസ് ഓഫ് മൈൻഡ്. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ഹാബിറ്റിനകത്ത് വേണം. ഇപ്പൊ നിങ്ങൾ നോഫാബ് തന്നെ എടുക്കുകയാണെങ്കിൽ അതിന്റെ റീസൺ എന്താണ്? ഞാൻ ഇത്രമാത്രം എൻ്റെ എനർജി ലോ ആവുന്നു, എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അതൊരു പെയിൻ ആണല്ലേ, അതാണ് റീസൺ. റൊട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോഫാബ് എടുക്കുക എന്നതാണ്, ഫാപ്പിംഗ് നിർത്തുക എന്നതാണ്, അതാണ് നമ്മുടെ റൊട്ടീൻ. അതിനകത്ത് കിട്ടുന്ന റിവാർഡ് എന്താണ്? നിങ്ങൾ ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയി മാറും, നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ആവും. മനസ്സിലായില്ലേ? സോ RRR ഫൈൻഡ് ചെയ്യുക. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ബ്രോ, ഡോണ്ട് ബ്രേക്ക് ദ ചെയിൻ. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമുക്ക് വേണ്ടൊരു കാര്യം എന്താണ്? നമുക്ക് റിയലി വേണ്ടൊരു കാര്യം എന്താണ്? നമുക്ക് കൺസിസ്റ്റൻസി വേണം. നമ്മൾ RRR ചെയ്യുമ്പോഴും നമ്മളൊരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് റിയലി എല്ലാ ദിവസവും ഇത് ചെയ്യാൻ പറ്റണം, അതാണ് നമ്മുടെ മെയിൻ ഗോൾ, ഇല്ലേ? സോ അത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ബുക്ക് എടുക്കുക. ആ ബുക്കിനകത്ത് നിങ്ങൾ ഇന്നത്തെ ഡേറ്റ് എഴുതുക, ഇന്നത്തെ വർഷം എഴുതുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് റിയലി വേണ്ട കാര്യങ്ങൾ എന്താണ്. നിങ്ങൾക്ക് ഈ 1 മാസം കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ ഏതു കാര്യത്തിനാണ് നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാക്കേണ്ടത്? നിങ്ങളുടെ സോഷ്യൽ സ്കിൽസിനാണോ നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാക്കേണ്ടത്? അതോ നമ്മുടെ മെഡിറ്റേഷൻ ആണോ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാക്കേണ്ടത്? അതോ നമ്മുടെ മണി മേക്കിങ്ങിലാണോ നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാക്കുന്നത്? ഏതാണോ ആ പോയിന്റ്. ഒരു കാരണവശാലും റാഡ് മൈൻഡ് സെറ്റ് ഉള്ളവന്മാരോട്ട് ഓ ബ്രോ എനിക്ക് 10 കാര്യത്തിൽ ഇമ്പ്രൂവ്മെന്റ് നടത്തണം, അതുകൊണ്ട് എനിക്ക് 10 കാര്യങ്ങൾ വേണം എന്ന് നിങ്ങൾ തിങ്ക് ചെയ്യരുത്. അത് നമുക്ക് നടക്കത്തേ ഇല്ല. നമുക്ക് റിയലി ഫോക്കസ് ചെയ്യേണ്ട, കറക്റ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ട, നമുക്ക് ലോങ് ടേമിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ആ ഹാബിറ്റ് എന്താണ്? നിങ്ങൾക്ക് ഈ മാസം ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു 4 ഐറ്റംസ് എന്തൊക്കെയാണ്? 4 ഐറ്റംസ്. അത് എഴുതുക. അത് നിങ്ങളിങ്ങനെ സൈഡിൽ എഴുതുക. മെഡിറ്റേഷൻ, ജിം ഇങ്ങനെ സൈഡിൽ എഴുതുക. 1 to 7 വരെ കോളം വരയ്ക്കുക. 1 2 3 4 5 6 7 കോളം വരയ്ക്കുക. എല്ലാ ദിവസവും നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക, ചെയ്തിട്ടില്ലെങ്കിൽ ആ കോളം അവിടെ തന്നെ വിട്ടിരിക്കുക. ഒരു കാര്യം അവിടെ ചെയ്യേണ്ട. നിങ്ങൾ റൂമിലോട്ട് കയറുമ്പോൾ നിങ്ങളുടെ ഭിത്തിയിൽ ഇങ്ങനെ ഇത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തന്നെ ഒരു ഫീൽ കിട്ടും, ഓ ശരിയാ ഞാൻ ഇത് ചെയ്തില്ല, ഇന്നത് ചെയ്യണം, ഞാൻ എന്താ ഇത് ചെയ്യാൻ, ഞാൻ രാവിലെ എണ്ണിക്കാത്തണ്ട, ആ ഒരു തോട്ട് നമുക്ക് വരും. മനസ്സിലായേ? അപ്പം നമ്മളത് ചെയ്യും. അതാണ് ബ്രോ ഇതിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ. സോ ഈ ഹാബിറ്റ് ട്രാക്കർ നിങ്ങൾ ഇപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ഗോളിന് വേണ്ടി, നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് അത് നമ്മൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. സോ നാളെ മുതൽ നിങ്ങൾ എണ്ണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മടി വരുമ്പോൾ, ഒരു പ്രൊക്കാസിനേഷൻ വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, നമ്മളൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം എങ്ങനെയാണ് RRR വർക്ക് ചെയ്യുന്നത്, നമ്മുടെ RRR എന്തൊക്കെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടൊരു ഡയറക്ഷൻ ഉണ്ട്. രാവിലെ എണ്ണിച്ചാൽ ഇതാണ് ചെയ്യേണ്ടത്, അടുത്ത കഴിഞ്ഞിട്ട് ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്. ഒരു കറക്റ്റ് ഡയറക്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ടിക്ക് ചെയ്യുക. നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം, നമ്മളെല്ലാവരും മനുഷ്യനാണ് ബ്രോ. നമ്മളെല്ലാവരും മനുഷ്യനാണ്. നമ്മളെല്ലാവരും ഉറപ്പായിട്ടും ഫെയിൽ ആവും. നിങ്ങളും ഫെയിൽ ആവും, ഞാനും ഫെയിൽ ആവും, എല്ലാവരും ഫെയിൽ ആവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 24 മണിക്കൂറേ നമുക്ക് ഫെയിൽ ആവാൻ പറ്റത്തുള്ളൂ. അതെ, ചുമ്മാ പറഞ്ഞല്ല, ഒരു ഡേ നമുക്ക് ഫെയിൽ ആവും. ഇപ്പം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പോവുകയാണ്, നിങ്ങൾ ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക, അതാണ് നമ്മുടെ ഗോളെങ്കിൽ നമ്മൾ ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്തില്ല, ഓക്കെ, അത് കുഴപ്പമില്ല, ഒരു ദിവസം നമ്മൾ മെഡിറ്റേഷൻ ചെയ്തില്ല. പക്ഷേ ആ ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്തില്ല എന്ന് വെച്ചിട്ട് പിറ്റേ ദിവസവും എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു ബ്രോ, എനിക്കിനി ഒന്നും പറ്റത്തില്ല, എൻ്റെ സെൽഫ് ഇംപ്രൂവ്മെന്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസവും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരിക്കലും അനുവദിക്കാൻ പറ്റത്തില്ല. കാരണം
അതൊരു റാറ്റ് മൈൻഡ് സെറ്റ് ആണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ തിങ്ക് ചെയ്യുക, അങ്ങനെ ഒരിക്കലും നമ്മൾ ബിഹേവ് ചെയ്യാനോ പാടില്ല. നമുക്ക് ഒരു ദിവസം പറ്റിയില്ല എന്ന് വെച്ച് കുഴപ്പമില്ല, അത് 24 hours ആണ്. പക്ഷെ ഒരു കാരണവശാലും 48 hours നമുക്കിത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊരു ഹാബിറ്റ് ട്രാക്കറിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരിക്കലും, അത് ഏതൊരു കാര്യമാണെങ്കിലും 48 hours, ഒരു ദിവസം നിങ്ങൾക്ക് മിസ് ചെയ്യാം ബ്രോ, ഒരു ദിവസം നിങ്ങൾക്ക് മിസ് ചെയ്യാം. പക്ഷേ പിറ്റേ ദിവസവും നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു റാറ്റ് ആണെന്നാണ്. നമ്മുടെ മൈൻഡിനെ നമ്മളല്ല കൺട്രോൾ ചെയ്യുന്നേ എന്നതാണ് ബ്രോ അതിൻ്റെ അർത്ഥം. നിങ്ങൾ അങ്ങനെ ഒരാളാണ്. നമുക്ക് ബ്രേക്ക് എടുക്കാം, 24 hours നമുക്ക് ബ്രേക്ക് എടുക്കാം, പക്ഷെ ഒരു കാരണവശാലും 48 hours നമുക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റത്തില്ല. അഞ്ചാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ, നാളെ രാവിലെ നിങ്ങൾ കറക്റ്റ് സമയത്തിന് എണീക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടറിനെ കുറിച്ച് ആലോചിക്കുന്നു, നിങ്ങളുടെ റീസൺ, റൊട്ടീൻ, റിവാർഡ് നിങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു, നിങ്ങളൊരു ഹാബിറ്റ് ട്രാക്കർ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മൾ അതിനകത്ത് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നു. രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു ജഡ്ജ്മെന്റ് വേണം. നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യണം. ഇപ്പൊ ചിലമാര് പറയും ബ്രോ ജഡ്ജ് ചെയ്യുന്നത് തെറ്റാണ്. ഫക്ക് ഓഫ്. നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ ജഡ്ജ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 1 to 10 ആ ഒരു സ്കെയിലിൽ നമ്മൾ ഇന്ന് ചെയ്ത വർക്ക്, നമ്മൾ ഇന്ന് നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ചെയ്ത ഈ വർക്കിനെ നമ്മൾ എങ്ങനെ റേറ്റ് ചെയ്യും? അതൊന്ന് ആലോചിച്ച് നോക്കി ബ്രോ. ഓക്കെ, നിങ്ങൾ വൈകുന്നേരമായി, നിങ്ങൾ കിടക്കാൻ പോവുകയാണ്, അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ വന്നിട്ടുണ്ട്, റേറ്റിംഗ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. 1 to 10 റേറ്റ് ചെയ്യണം. ഞാൻ ഈ സമയത്ത് എണീച്ചു, ഈ സമയത്ത് ഫുഡ് കഴിച്ചു, ഓക്കെ ഇത് ഞാൻ ചെയ്തു, പക്ഷെ ഇത് ഞാൻ ചെയ്തില്ല, ഇവിടെ സ്കിപ്പ് ചെയ്തു, ഓക്കെ ഏകദേശം ഒരു 7.5 കൊടുക്കാം. മനസ്സിലായല്ലേ? ഇതിപ്പോൾ ഒരു ദിവസം നമ്മൾ ചെയ്തു, പിറ്റേ ദിവസം നമ്മൾ ചെയ്തു, അപ്പം നമുക്ക് തന്നെ കാണാൻ പറ്റും അപ്പം നമ്മൾ പ്രോഗ്രസ് ആവുകയാണോ അതോ നമ്മൾ താഴോട്ടാണോ പോവുക. നമുക്കൊരു ഡേറ്റ ഉണ്ട്, കറക്റ്റായിട്ടൊരു ഡേറ്റ ഉണ്ട്, അതിനെ നമ്മൾ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്വയമായിട്ട് നമുക്കൊരു വിലയിരുത്താൻ പറ്റും. ഇവിടെ ഞാൻ ഇത് ചെയ്തു, അത് ഞാൻ ചെയ്തില്ല. പിന്നെ നിങ്ങൾ അത് ഓർക്കുകയാണ്, അതും കിടക്കുന്നതിന് മുമ്പ്. വളരെ വളരെ ഹെൽപ്ഫുൾ ആണ് ബ്രോ ഇത്. ബ്രോ മനസ്സിലാക്കുക, ഇപ്പോഴത്തെ പെയിൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ ഈ വിഷമം എന്ന് പറഞ്ഞാൽ ടെമ്പററി മാത്രമാണ് ബ്രോ. എപ്പോഴും ആലോചിക്കുക, ദിസ് ടൈം വിൽ പാസ് അവേ. ഈ സമയവും കടന്നു പോകും. നിങ്ങളെ കുറ്റപ്പെടുത്തിയവർ അവിടെ തന്നെ നിൽക്കും, നിങ്ങളെ കളിയാക്കിയവർ അവിടെ തന്നെ നിൽക്കും, നിങ്ങളെ വിഷമിപ്പിച്ചവർ അവിടെ തന്നെ നിൽക്കും. പക്ഷേ നിങ്ങൾ തോക്കുമായിരിക്കും, നിങ്ങൾ ഫെയിൽ ആവുമായിരിക്കും, നിങ്ങൾ ഒരുപാട് വട്ടം വിഷമിക്കുമായിരിക്കും. പക്ഷേ നമ്മൾ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യത്തില്ല, നമ്മൾ ഒരിക്കലും ഇട്ടിട്ട് പോകത്തില്ല. ബിക്കോസ് വി ആർ സെഡ് ഗ്രൂപ്പ്. യു വിൽ നെവർ വാക്ക് അലോൺ ബിക്കോസ് വി ആർ ദ സെഡ് ഗ്രൂപ്പ്. ദിസ് ഈസ് നോട്ട് ദ എൻഡ്, ദിസ് ഈസ് ദ ബിഗിനിങ്. ലവ് യു ബ്രദർ.